ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിമ ശ്രീജിത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് യൂട്യൂബിലുള്ള വ്യക്തിയാണ് ഹിമയുടെ ചാനലിന്റെ പേര് ഹിമ പെണ്ണഴക് എന്നാണ്. അവർ ആദ്യകാല ഫാമിലി വ്ളോഗറാണ്. ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ തുടങ്ങുന്ന ആ കാലം മുതൽ തന്നെ അവരുണ്ടെങ്കിലും അത്രയും ഒരുപാട് വ്യൂസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലല്ല ഹിമയുടെ. അതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ഫാമിലി വ്ളോഗുകളിലൊന്നുള്ള ഒരു മസാല അല്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അവരുടെ ചാനലിൽ ഇല്ല എന്ന് പറയാം. സത്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ധാരാളം കണ്ടന്റ് ഉള്ള ഒരു ജീവിതമാണ് ഹിമയുടെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് തരാവുന്ന, കാഴ്ചവെക്കാവുന്ന അല്ലെങ്കിൽ വിൽക്കാവുന്ന കണ്ടന്റ് ഉള്ള ഒരു ലൈഫ് തന്നെയാണ് ഹിമയുടെ. പക്ഷെ അവർ ഒരിക്കലും അവരുടെ ലൈഫ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കാം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഒരിക്കലും അവർ കണ്ടിട്ടില്ല. അവരുടെ കാര്യങ്ങള് പ്രശ്നങ്ങളും ഒക്കെ വളരെ ചെറിയ രീതിയിൽ, എന്ന് വെച്ചാൽ അത് വലിയ ചർച്ചകളാവണം, അതിലൂടെ ഒരുപാട് വ്യൂസ് കിട്ടണം, ആ രീതിയിലല്ല. അവർ ആ ഫാമിലി വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ചില അവസരങ്ങളിൽ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് മാത്രം അവർ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോകൾ അവർ പിന്നീട് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. എന്ന് വെച്ചാൽ അത് അവിടെ ഇട്ട് ഒരുപാട് കാലം അതങ്ങനെ ഓടി കാശുണ്ടാക്കാം, അങ്ങനത്തെ ഒന്നും ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയല്ല ഹിമ എന്ന് പറയുന്നത്. ഇപ്പൊ ഹിമയുടെ ലൈഫിൽ വലിയൊരു ദുരന്തം നടന്നു. ഹിമയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പൊ ശ്രീജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് കാലം അവരുടെ ചാനൽ കാണുന്ന ആർക്കും അറിയാം, ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. ഞാൻ അവരുടെ ചാനൽ ആദ്യ കാലം മുതൽ കാണുന്നതാണ്. ഏകദേശം ആ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ ഉള്ള അവരുടെ വീഡിയോസ് ഒക്കെ വളരെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, ഭർത്താവ്, കുട്ടികൾ 2 പേര്, വീട്, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഹിമ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ വളരെ മനോഹരമായ, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ അവരെ കാണിച്ച് വീഡിയോ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അവർ കുക്ക് ചെയ്യുന്നത്, മനോഹരമായ വിഷ്വൽസ്, അവരുടെ വീടിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് അവരെപ്പോഴും അവരുടെ ചാനലിലൂടെ കാണിക്കാറുള്ളത്. അപ്പൊ ഈ ഹിമയെ വളരെ ഇഷ്ടമാണ്. കാരണം ഒരിക്കലും അവർ അങ്ങനത്തെ വീട്ടിലത്തെ കാര്യങ്ങളോ വഴക്കുകള് പ്രശ്നങ്ങള് അതൊന്നും അല്ല അവരുടെ ചാനലിലൂടെ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു ഹിമയുടെ ചാനൽ. ഇപ്പൊ ഹിമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ എന്റെ ഒരുപാട് വീഡിയോകളിൽ പറയാറുള്ള ചില കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈഫാണ് ഈ ഹിമയുടെ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബിൽ തന്നെയുള്ള അമൽ പൂജ എന്ന് പറഞ്ഞ കുട്ടികളെയൊക്കെ അറിയാം. നേരത്തെ തന്നെ വിവാഹം കഴിച്ചു. എന്ന് വെച്ചാൽ സ്കൂൾ +2 പഠിക്കുന്ന ടൈം തന്നെ അവർക്ക് 10-18 വയസ്സായ പെൺകുട്ടിക്ക് തോന്നുന്നു. എന്നാൽ ആ ടൈമിൽ തന്നെ വിവാഹം കഴിച്ച് അതിന്റെ കുറെ പ്രശ്നങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിച്ച് അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്ത കുറെ വീഡിയോകളുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. ആ വിവാഹത്തിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിച്ചാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കുറേ അധികം പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങനെ ആ വീഡിയോ ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈഫാണ് ഈ ഹിമയുടെ. എന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റും. പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിച്ചു പോയാൽ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തകർച്ചയുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഉദാഹരണമാണ് ഈ ഹിമയുടെ ലൈഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹിമ ഒരു 17-18 വയസ്സുള്ള സമയത്ത്, എന്ന് വെച്ചാൽ ആ +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഹിമ വിവാഹം കഴിച്ച ശ്രീജിത്ത് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത്. അടുത്ത വീട്ടിലുള്ള ഒരാളാണ്, അദ്ദേഹം ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ വീട്ടുകാർ ഒന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആ ഒരു 18 വയസ്സാവാൻ കാത്തു നിന്ന പോലെ ഹിമയെ അയാൾ വിവാഹം കഴിക്കുന്നു. അപ്പൊ വീട്ടിൽ വന്നിട്ട് വിവാഹം ആലോചിക്കൂ, നടത്താം എന്നൊക്കെ ഹിമയുടെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ ഹിമയോട് ഇറങ്ങി വരണം, അങ്ങനെ കല്യാണം കഴിക്കാന്നൊക്കെ അദ്ദേഹത്തിന്റെ അമ്മയും നിർബന്ധിച്ചിട്ട് ഹിമ ആ പ്രായത്തില് വലിയ ചിന്തിക്കാനൊന്നും കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഇയാളെ തേച്ചിട്ട് പോയാലോ അയാൾ ആത്മഹത്യ ചെയ്താലോ അങ്ങനെയൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള പൊട്ട ബുദ്ധിയുള്ള ഒരു ടൈമില് ഹിമ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കുകയാണ്. അവർ വിവാഹം കഴിച്ചു പോകുന്നു. ആദ്യത്തെ കുറച്ചു കാലം നന്നായിട്ട് ജീവിക്കുന്നു. പിന്നീട് ഈ വ്യക്തി കൃത്യമായിട്ടുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ വരുമാനമോ ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ജീവിതത്തിന്റെ കുറേ കാലം അവര് ഒരുപാട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ അവർക്ക് 2 കുട്ടികൾ ഉണ്ടാവുന്നു. സ്വന്തം പ്രശ്നങ്ങള് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചതാണല്ലോ, അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ വീട്ടുകാരോട് പറയും എന്നോർത്തിട്ട് ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ലൈഫിൽ നേരിടുന്ന, നമ്മൾ കുറെ അധികം സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന അവഗണന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് പോയിട്ടുള്ള ഒരു ലൈഫാണ് ഈ ഹിമയുടെ. അപ്പൊ ഹിമയ്ക്ക് അതിൻ്റെ ഇടയിൽ 2 കുട്ടികൾ ഉണ്ടാവുന്നു. പിന്നെ അവർ കുറെ കാലം സന്തോഷമായിട്ട് ജീവിക്കുന്നു. കുട്ടികൾ വലുതാവുന്നു. അതിന്റെ ഇടയിൽ അവര് വീട് വെക്കുന്നുണ്ട്. വീട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ശ്രീജിത്തിന്റെ അമ്മയുടെ ഹെൽപ്പോട് കൂടിയാണ് വീട് വെക്കുന്നത്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഈ ഹിമ
വളരെ മോശമായിട്ടൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവരായിരുന്നു ഈ കഥയിലെ പ്രധാന വില്ലൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു വീട് വെക്കുന്നുണ്ട്. ഈ അമ്മയുടെയും ശ്രീയത്തിന്റെയും പേരിലാണ് ആ വീട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ലീഗലി ആ അമ്മയുടെ പേരിലും കൂടിയാണ് ആ വീട് വെക്കുന്നത്. അമ്മ അവരുടെ കൂടെ താമസിക്കുന്നോ നമ്മൾ ഒരിക്കലും ചാനലിലൊന്നും അവരെ കാണുന്നേ ഇല്ല. അപ്പോൾ ആ അമ്മയുടെ കൂടെ പേരിലാണ് ആ വീട് വെക്കുന്നത്. അപ്പൊ അവരവിടെ താമസിക്കുന്നു. കൊറോണയുടെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് ഹിമയുടെ കാണുന്നുണ്ട്. ഹിമ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ ഹാപ്പി ലൈഫ്, അവർ പുതിയ കുഞ്ഞു കാറ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഓരോരോ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഹിമ അവരുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അവരൊരിക്കലും അത് ചാനലിലൂടെ അങ്ങനെ അങ്ങ് പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ 2 വർഷം മുൻപ് അവർ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോയുമായിട്ട് വരുന്നു. ഞാനും ഹസ്ബൻഡും പിരിയാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോയുമായിട്ട് വരുന്നു. അപ്പൊ അതുവരെ അവരും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അവര് മോശമായിട്ട് അല്ലെങ്കിൽ പിരിയാൻ മാത്രമുള്ള വിഷയങ്ങളുണ്ടെന്നോ അവരൊരിക്കലും ചാനലിലൂടെ കാണിച്ചിട്ടില്ല. അവർ ഒരേ ഒരു വീഡിയോ പിരിയുന്നു എന്ന് പറഞ്ഞിട്ടും അതിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഒരേ ഒരു വീഡിയോ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവർ ആ വീഡിയോ ചെയ്യുന്നു. അപ്പൊ അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അതുവരെ കേട്ടതിൽ നിന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതിനു മുൻപ് ഈ പറയുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷുഗറിന്റെ കുറെ പ്രശ്നങ്ങള്, കാലിൽ ഉണങ്ങാത്ത മുറിവ്, അതിനു വേണ്ടി അവർ കുറെ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ പിരിയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് മദ്യപാനത്തിന് അടിമയാണ്, എന്നാൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ജോലിയില്ല, വരുമാനമില്ല. അപ്പോ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പലരുടെ മുന്നിലും കൈ നീട്ടുന്ന ഒരു അവസ്ഥ വരെ അത്രയും മോശമായ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഹിമ പിരിയാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഹിമ അതിനു മുൻപ് ഹിമ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹിമ ഈ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഹിമ എന്തോ ചെറിയ ജോലിക്കൊക്കെ ആദ്യം പോയിരുന്നു, അതുകൊണ്ട് ആ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട്, അവർക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് വരുമാനമൊന്നുമില്ല, അതിന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഹിമയാണ്. ഈ വ്യക്തിക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ജോലികളൊന്നുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുന്നു, കുറച്ചു കാലം ഇന്ന സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്നു, പിന്നെ ആ ജോലി വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നു. ഹിമ വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ആ വ്ലോഗ് കണ്ടാലും അറിയാം നമുക്ക് ആ വ്യക്തി വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ പിരിയാന്ന് പറഞ്ഞപ്പോൾ ഹിമ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാരണം അദ്ദേഹത്തിന്റെ മദ്യപാനത്തിനെ കുറിച്ചാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്റ്റേജിൽ ഹിമയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ, ആ കുട്ടികൾ ആദ്യം വളരെ സ്മാർട്ടായിട്ടുള്ള 2 കുട്ടികൾ, പിന്നീട് ആ കുട്ടികൾ സൈലന്റായി വീഡിയോകളിലൊന്നും പ്രത്യക്ഷപ്പെടാതെ ഒരു അപകർഷത ഉള്ള ഒരു ലെവലിലേക്ക് പോകുന്നത് പോലെ. അപ്പൊ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളാണ് നമുക്ക് അന്നും തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ വ്യക്തി ആ കുടുംബത്തിൽ കാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹിമ പറയുന്നു. അങ്ങനെ ഹിമ ആ ബന്ധം പൂർണ്ണമായിട്ടും വിട്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വത്തോ സമ്പാദ്യമോ അല്ലെങ്കിൽ ആ വീടിന്റെ അവകാശമോ അതൊന്നും വാങ്ങാതെ പൂർണ്ണമായിട്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഈ 2 കുട്ടികളെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണ്. പിന്നീടും ഹിമ അത് അങ്ങനെ ഒരു വലിയ കണ്ടന്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അതിന്റെ കുറെ പ്രശ്നങ്ങളെ കുറിച്ച് ഇടയ്ക്ക് പറയുന്നല്ലാതെ അതൊരു കണ്ടന്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആളുകള് ശ്രീത്ത് വേറെ വിവാഹം കഴിച്ചല്ലോ എന്നൊക്കെ കമന്റ് ഇട്ട സമയത്താണ് തോന്നുന്നു ഹിമ ഒരിക്കൽ പറഞ്ഞു ഇവര് വേറെ വിവാഹം കഴിച്ചു എന്നുള്ളത്. അങ്ങനെ പിന്നീട് കുറച്ചു കാലം കൂടെ ഈ സംഭവം നടന്നിട്ട് ഹിമയും ആ വ്യക്തിയും ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ട് 1-2 വർഷം ആവുന്നേ ഉള്ളൂ. അതിനിടയിലാണ് അദ്ദേഹം വേറെ വിവാഹം കഴിക്കുന്നതൊക്കെ. അതിന്റെ ഇടയിൽ അദ്ദേഹം വീട് വിറ്റ് കളഞ്ഞു. അവരൊന്നിച്ച് താമസിച്ചിരുന്ന ആ വീട് അദ്ദേഹത്തിന്റെ അമ്മയുടെയും പേരിലായിരുന്നു, അത് വിറ്റ് കളഞ്ഞു. അതിന്റെ അവകാശം ഒന്നും കുട്ടികൾക്ക് അന്ന് കൊടുത്തതായിട്ടോ ഒന്നും പറയുന്നില്ല. ഹിമ അത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ട് അതിന്റെ അവകാശം വാങ്ങാൻ പോയതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹിമ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2-3 മാസം മുൻപാണെന്ന് തോന്നുന്നു, വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പറയുന്നു, ഈ പറയുന്ന ശ്രീത്ത് എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ അവർ വളരെ സങ്കടത്തോടു കൂടെ വന്നിട്ടാണ് പറയുന്നത് ശ്രീത്ത് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി. ചെറിയൊരു വീഡിയോ ആയിട്ട് എന്ന് വെച്ചാൽ അവരത് വലിയ കണ്ടന്റ് ആക്കി ആഘോഷമാക്കി ഒന്നും ചെയ്തില്ല. വളരെ 1-2 മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത്. എന്റെ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ അത്ര ഒരു വിഷമത്തോടു കൂടെ പറഞ്ഞു. അങ്ങനെ അതിന് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. മരണം ഹിമ തന്നെ അറിഞ്ഞത് കുറെ കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അവരാരും അറിയിച്ചിട്ടുണ്ടായില്ലായിരിക്കും. അതിന്റെ ചടങ്ങുകളൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയുന്നു. ഇപ്പൊ പിന്നെ കുറേ ടൈം കഴിഞ്ഞു പോയി, 2-3 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഹിമ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അറിഞ്ഞ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാല് അദ്ദേഹം ആ വീട് വിറ്റ് കിട്ടിയ പണം ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് ഇടയ്ക്ക് ഇദ്ദേഹം അവസാന ടൈമൊക്കെ ആയപ്പോൾ ഹിമയെ വിളിക്കുമ്പോൾ പറയുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹിമയെ
ആയിട്ട് കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി പിന്നീട് ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇവർ പിരിഞ്ഞ ശേഷം പിന്നീട് ഇദ്ദേഹം കോംപ്രമൈസിനൊക്കെ ശ്രമിച്ചിരുന്നു. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, വീടൊക്കെ വേണമെങ്കിൽ എഴുതരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നത് കൊണ്ട് ഹിമ അങ്ങനെയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിന് തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ വീട് വിറ്റ് കിട്ടിയായിരുന്നു ഒരു 10 ലക്ഷം രൂപ ഞാനിങ്ങനെ ഫർണിച്ചർ ഷോപ്പിൽ ഒരു പാർട്ണർഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ അതിന്റെ ഒരു ലാഭവിഹിതം എനിക്ക് തരും, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അത്ര. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹിമയെ വിളിപ്പിച്ചു. കുറെ കഴിഞ്ഞിട്ടാണ് ഇവർ മരിച്ച കാര്യമൊക്കെ അറിയുന്നത്. അതിനുശേഷം ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അപ്പോൾ പോലീസുകാർ ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഫോണും അതേപോലെ അദ്ദേഹത്തിന്റെ കാറും ഉണ്ട്, അത് വേണമെങ്കിൽ ഹിമയ്ക്ക് സ്വീകരിക്കാന്ന് പറഞ്ഞു. ഹിമ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഹിമയുടെ മകൻ അത് വേണം, എനിക്ക് അച്ഛന്റെ വസ്തുക്കൾ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് ഹിമ അത് സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ആ ഫോൺ അവരുടെ കയ്യിൽ കിട്ടി, കാറ് കിട്ടി. കാറ് ഈ പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൽ എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ചേർന്നു എന്ന് പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൽ റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. അതിന് 18,000 രൂപ മാസം അവർ റെന്റ് കൊടുത്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ കാറ് ഹിമ കാണുന്ന സമയത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടും ഇടിച്ച് നശിച്ച രീതിയിലായിരുന്നു കിടന്നിരുന്നത്. വെറും 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാറിന് അവർ 18,000 രൂപ മാസം റെന്റ് കൊടുത്തു എന്നുള്ളത് പോലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥയല്ല. അവരോട് ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് തന്നിരുന്നോ ചോദിച്ചപ്പോൾ അവർ പൂർണ്ണമായിട്ട് നിഷേധിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൈസ തന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഹിമ പിന്നെ അതിന്റെ പുറകിൽ പോകാൻ പോയില്ല. ഹിമ പറഞ്ഞു അതിനെക്കുറിച്ച് ചാനലിലൂടെ. അദ്ദേഹത്തിന്റെ ഫോൺ കൈ കിട്ടിയപ്പോൾ ഹിമ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു. ആ വീട് വിറ്റ ഒരു പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. 11 രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിടന്നിരുന്നത്. പിന്നെ അതേപോലെ ഇദ്ദേഹത്തിന്റെ മരണം ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയായിട്ട് അദ്ദേഹം പിരിഞ്ഞു എന്ന് തോന്നുന്നു. ആ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇദ്ദേഹം ഷുഗർ എന്തോ ലോ ആയിട്ടാണ് തോന്നുന്നു മരണപ്പെട്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മരിച്ചു എന്ന് പുറമേ ഉള്ള ഒരു വ്യക്തി അറിയുന്നത് തന്നെ. എന്ന് വെച്ചാൽ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ കിടന്ന് മരിച്ച് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇത് അറിയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു മരണമായി. ഇപ്പൊ ഇദ്ദേഹം മദ്യപാനിയാണെങ്കിലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ വ്യക്തി മരിച്ചുപോയി എന്ന് പറയുമ്പോൾ വളരെ ദുഃഖം തോന്നും. കാരണം നമ്മൾ ആ ചാനലിലൂടെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അത് തരുന്നൊരു പാഠം പറഞ്ഞാൽ ജീവിതത്തിൽ മദ്യപാനം എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ദുശ്ശീലം ആ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഒരു അറിവ് നമുക്ക് അത്ര ഒരു വിഷമം തോന്നും. നമ്മൾ ജീവിതത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കേണ്ടതിന്റെ ഒരു കാര്യം, ഇതൊക്കെ ആ ലൈഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ജീവിക്കാവുന്ന ഒരു ജീവിതമായിരുന്നു. ഹിമ എന്ന് പറഞ്ഞാൽ അത്ര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ വീടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ സ്ത്രീകളെ നമുക്ക് കാണാനേ സാധിക്കില്ല. ഭർത്താവിന് അതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഭർത്താവിന് ഇപ്പൊ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടങ്ങളുള്ള ആളാണ്. ഇന്ന കറിയെ കൂടുള്ളൂ, ഇന്ന പുളിയുള്ള കറി, അല്ലെങ്കിൽ ഇന്ന ഫുഡ് രാവിലെ കഴിക്കില്ല, അങ്ങനെ നിർബന്ധങ്ങളുള്ള ഒരു വ്യക്തിനെ അത്രയും അതൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോയിരുന്ന അത്ര നന്നായിട്ട് പോവാവുന്ന ഒരു ലൈഫ്. പക്ഷെ അദ്ദേഹത്തിന്റെ മദ്യപാനം എന്ന് പറയുന്ന ഒരു ശീലം കൊണ്ട് നശിച്ചു പോയി എന്നുള്ളതാണ്. ഇപ്പോ ഈ ഹിമ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഓരോ ചെറിയ തീരുമാനങ്ങളും ഒരു ജീവിതം എങ്ങനെ നശിച്ചു കളയും. നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമല്ലെങ്കിൽ ആ ജീവിതം എങ്ങനെ നശിച്ചു പോകും എന്നുള്ളതിന്റെ ഉദാഹരണം നമുക്ക് ഈ ലൈഫിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഒരു പ്രായത്തിൽ 17-18 വയസ്സാവാൻ കാത്തു നിന്ന പോലെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ഒരു വിവാഹം കഴിച്ചിട്ട് ആ ഒരു വിവാഹ ജീവിതം വീട്ടുകാരുടെ താല്പര്യത്തിനോ ഒന്നുമല്ല, അത് നശിച്ചു പോവാണ്. കുറച്ചുകൂടെ കാത്തിരുന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഒരു ജോലി, എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായ ശേഷമായിരുന്നു ആ വിവാഹം നടന്നു വെച്ചാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയായിരുന്നു ആ വിവാഹം നടന്നു വെച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ച കുറച്ചുകൂടെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളുമായിട്ടുള്ള വിവാഹമായിരുന്നു വെച്ചാൽ അതങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ജീവിതം എങ്ങനെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ജീവിതം എങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ മദ്യപാനം എന്ന് പറയുന്ന ശീലം കൊണ്ടും എങ്ങനെ ജീവിതം നശിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. കാരണം എത്രയോ നന്നായിട്ട് പോകേണ്ട ഒരു ലൈഫായിരുന്നു. ഈ വ്യക്തിയുടെ ഈ ഒരു ദുശ്ശീലം കാരണം ആ ജീവിതം തന്നെ നശിച്ചുപോയി. ഇപ്പോ ആ ഒരു ഡിവോഴ്സ് നടന്ന സമയത്ത് അവർ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും അത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ ആ ഡിവോഴ്സിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. കാരണം ഈ വ്യക്തി ഒരു മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട് വെറും നുണകളൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് നിന്ന്, മക്കൾ മരിച്ചുപോയി എന്നുള്ള രീതിയിലുള്ള നുണകളൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് പണം വാങ്ങും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആ ഒരു ലൈഫ് വേണ്ടാന്ന് വെച്ചത്. അന്നൊരു നല്ല തീരുമാനം ആണ് അത് എങ്കിലും ആ ഒരു തീരുമാനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. കുറച്ചു കാലം കൂടെ ഇപ്പൊ ഒരു 1-2 വർഷം കൂടെ മുന്നോട്ട് പോയിരുന്നു വെച്ചാല് ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണം സംഭവിക്കില്ലായിരുന്നു. ഈ ഹിമ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ മരണം സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോ അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോവില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ എത്രയായാലും ഒരു അച്ഛന്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ അവകാശികളായിട്ട് ആ
മക്കള്, അവർക്ക് പിന്നെയും ലൈഫ് ഉണ്ട്, അവരുടെ പഠനം മുന്നോട്ട് പോകണം, അവരുടെ കാര്യങ്ങൾ പോകണം. അവർക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒരു വാടക വീട്ട് താമസിക്കുന്നു. സ്വന്തം അച്ഛന്റെ പേരിലുണ്ടായിരുന്ന അത്രയും വലിയൊരു സ്വത്ത് വിറ്റുപോയിട്ട് അതിന്റെ ഒരു പൈസ, ഒരു 10 പൈസ പോലും ഈ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് ആരെങ്കിലും പറ്റിച്ചു കൊണ്ടുപോയിട്ടുള്ളതാണെങ്കിൽ, ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന്റെ പണം പറ്റിച്ചിട്ട് എങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആരെങ്കിലും അത് പറ്റിച്ചെടുത്തിട്ട് ഇദ്ദേഹം മരിച്ചു പോയില്ലേ, ഇനി തിരിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് ഉള്ളിൽ സന്തോഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരിക്കലും പറയാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും അത് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് എങ്ങനെ നശിച്ചുപോയി, അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ട് ജീവിക്കാവുന്ന ഒരു ജീവിതം എങ്ങനെ നശിച്ചുപോയി എന്ന് ഓർക്കുമ്പോൾ ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ തന്നെ ഒരു 18 വയസ്സാവാൻ കാത്തുനിന്നിട്ട്, അതൊരു പണ്ടത്തെ കാലത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഏറ്റവും പോലെ കുട്ടികൾ, ഇടക്കാലത്ത് നമ്മളെ കൊറോണ ടൈമിലൊക്കെ എള്ളോളം തരി പാട്ടൊക്കെ വെച്ചിട്ട് എത്ര കുട്ടികളാണ് ഇതേപോലെ വിവാഹം കഴിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അതാണ്, ആ ഒരു തീരുമാനങ്ങളിലൊന്നും ഒരിക്കലും കുട്ടികൾ ചെന്ന് പെടാതിരിക്കുക. ജീവിതം എന്ന് പറഞ്ഞാല് ഒരു കൃത്യമായ കാലത്ത് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, നല്ലൊരു ജോലി നേടാൻ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടികളാണ് അതിന് ശ്രമിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം, സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മളെ കയ്യിൽ പണം, നമ്മളെ കയ്യിൽ ജോലി, നമ്മളെ കയ്യിൽ വിദ്യാഭ്യാസം ഒക്കെ വേണ്ടതാണ്. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് അല്ല ഏറ്റവും വലിയ കാര്യം. ആ വിവാഹം എന്ന് പറയുന്ന തീരുമാനം നിങ്ങളൊരു 25 അതിന് ശേഷമോ എപ്പോഴെങ്കിലും നിങ്ങൾ സെറ്റിലായി, നിങ്ങൾക്ക് മുന്നോട്ട് ഈ വിവാഹം കഴിക്കുന്ന ആളുടെ സഹായം ഇല്ലെങ്കിലും മുന്നോട്ട് പോവാൻ തോന്നുന്ന സമയത്ത് വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. വളരെ എനിക്ക് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു കാര്യമായത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. എല്ലാവരും നന്ദി.